ആരാണ് കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി? കേരളീയർ മുഴുവൻ ഉറ്റുനോക്കുന്ന, ചോദിക്കുന്ന വസ്തുതയാണിത്. നാം എല്ലാം അറിയും പോലെ കേരളത്തിലെമ്പാടും പിണറായി സർക്കാരിനോടുള്ള ജനരോഷം ആളിക്കത്തി ആ സർക്കാരിനെ വേരോടെ പിഴുതെറിയുവാൻ കേരള ജനത തങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചു. ജനാധിപത്യ ബോധവും രാഷ്ട്രീയ പ്രബുദ്ധതയുമുള്ള മലയാളികൾ പിണറായി സർക്കാരിൻ്റെ ധാർഷ്ട്യവും അഹന്തയും ധൂർത്തും അഴിമതിയും കണ്ട് മടുത്തു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഐതിഹാസികമായ വിജയമാണ് 102 MLA-മാരെ UDF നൽകിക്കൊണ്ട് കേരളീയർ ഈ ഇലക്ഷനിൽ തങ്ങളുടെ ജനാധിപത്യ ബോധം ലോകത്തോട് വിളിച്ചറിയിച്ചത്. ഇത്തരുണത്തിൽ കരുനാഗപ്പള്ളി കോൺഗ്രസ് MLA ശ്രീ CR മഹേഷിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധേയമാണ്. ധർമ്മടത്ത് സാക്ഷാൽ പിണറായി വിജയൻ കുറച്ചെങ്കിലും ധർമ്മസങ്കടത്തിലായെങ്കിൽ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM പോലും അടിപതറിയെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഉൾക്കരുത്ത് കാണാതിരുന്നുകൂടാ. ഇത് CPM മാത്രമല്ല ബാധകം. 50,000-നും 80,000-നും വോട്ടുകൾക്ക് ജയിച്ച UDF മണ്ഡലങ്ങളിലും ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാം. അതാണ് ചരിത്രവും കാലവും. പല്ലുകുത്തി മണപ്പിക്കുന്നതിനെയും സുഗന്ധമായി കാണുന്നവർ, നാറുന്നതും മണക്കുന്നതും അറിയാത്തവർ, ജനവികാരം കണ്ടില്ലെന്ന് നടിക്കുന്നവർ എല്ലാം ഇവിടം കൊണ്ട് തീർന്നുവെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അല്പമെങ്കിലും ഇന്ത്യയിൽ അവശേഷിക്കുന്നത് പോലും നഷ്ടപ്പെടും. അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ദുഃഖമില്ല. നേടിയതെന്ന് നാം സ്വയം കരുതുന്നതൊന്നും നാം കൊണ്ടുവന്നതല്ലല്ലോ, നാം ഒറ്റയ്ക്ക് നേടിയതുമല്ലല്ലോ. CR മഹേഷ് MLA-യുടെ ഈ സോഷ്യൽ മീഡിയ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കൾക്കും ഒരു ആത്മവിചിന്തനത്തിന് സഹായിച്ചിരുന്നുവെങ്കിലെന്ന് ആശിക്കുകയാണ്. ഈ ഉജ്ജ്വല വിജയത്തെ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനമോഹത്തിനു വേണ്ടി സ്വാർത്ഥ ലക്ഷ്യത്തിനായി മാത്രം കാണുന്ന ഹ്രസ്വദൃഷ്ടിയുള്ള കോൺഗ്രസ് നേതാക്കളെ ഓർത്ത് കൈരളിയുടെ മക്കൾ പരിതപിക്കുന്നുണ്ട്. ഈ മഹത്തായ വിജയത്തിന് പിമ്പിൽ UDF-ൽ അണിയറ ശില്പികൾ ഉണ്ടായേക്കാം. എന്തായാലും ഈ വിധിയെഴുത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, മത സാമുദായിക ഭിന്നതകൾക്കതീതമായി മലയാളികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ വിജയത്തിൻ്റെ മഹത്വം കെടുത്തുന്ന, കേരള ജനതയുടെ ഹൃദയവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന യാതൊരു തീരുമാനവും കോൺഗ്രസ് നേതൃത്വമോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോ പാർട്ടി പ്രവർത്തകരോ ചെയ്യില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുജന മധ്യത്തിൽ ഖദർ ധരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഖദറിന് പ്രോത്സാഹനം നൽകിയ രാഷ്ട്രപിതാവായ മഹാത്മജിയെ മറന്നില്ലേ? ഇന്ന് നാം മഹാത്മജിയെ സ്മരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിലും ഗാന്ധി ജയന്തി വാരത്തിലും മാത്രമല്ലേ? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങളിൽ ഡൽഹിയിൽ മഹാത്മാഗാന്ധി ഇല്ലായിരുന്നു. അദ്ദേഹം ഹിന്ദു മുസ്ലിം വർഗീയ ലഹള നടക്കുന്ന കൽക്കട്ടയ്ക്കടുത്ത് ബലിയഗഡയിലെ ഒരു ചെറിയ വീട്ടിൽ ഉപവസിച്ചും കൊണ്ട് സമാധാനമുണ്ടാക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അധികാരമോഹമുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ക്ഷേമത്തിനു വേണ്ടിയും അഹിംസയുടെയും സത്യഗ്രഹത്തിൻ്റെയും മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. കേരളത്തിലെ ജനവിധിയും ജനങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും തകർക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളും പ്രവൃത്തികളും കോൺഗ്രസ് പാർട്ടിയിലോ നേതാക്കളിലോ അണികളിലോ ഉണ്ടാകാതിരിക്കട്ടെ. യേശുക്രിസ്തു തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം 43-45 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഈ മഹൽ സത്യങ്ങൾ യേശുക്രിസ്തു പഠിപ്പിക്കുക മാത്രമല്ല, ആയത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. പെസഹ പെരുന്നാളിന് തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുകയും തോർത്തുകൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാന മോഹികളായ കോൺഗ്രസ് നേതാക്കന്മാർ യേശുക്രിസ്തുവിൻ്റെ മാതൃകയും വചനങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഭാവിക്കും മലയാളികൾക്കും
അനുഗ്രഹമായി തീരുമായിരുന്നു സർവശക്തനായ ജഗദീശ്വരൻ ഈ നേതാക്കൾക്കും അണികൾക്കും സൽബുദ്ധിയും വിവേകവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ സമ്മതിദായകർ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുവെന്ന ചാരിതാർത്ഥ്യത്തോടെ ഇരുന്നാൽ പോരാ. കേരളത്തിൻ്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടിയും ഒരു നീതിബോധമുള്ള സത്യസന്ധനായ മുഖ്യമന്ത്രിക്ക് വേണ്ടിയും നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന അപേക്ഷയോടെ കൈരളിക്കും മലയാളികൾക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.